ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 23ാമത്തെ പാർട്ടാണ്. അപ്പോൾ ഇന്ന് തൊട്ട് 2 പാർട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഒന്ന് 8 മണിക്കും മറ്റേത് 9 മണിക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഞാൻ ഇത്രയും എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് എനിക്ക് ഒരു സപ്പോർട്ടെങ്കിലും തരണം. ഒന്ന് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ കമൻ്റ് ഇടുക, എന്തെങ്കിലും ചെയ്യണം കേട്ടോ. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കേൾക്കുന്നതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ ശബ്ദവും നല്ലതാണെന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് ആരെന്നെ പൊക്കി പറഞ്ഞാലും ഭയങ്കര ഇഷ്ടമായി, എന്താണെന്നറിയില്ല. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? എന്തിനാ ദത്ത എങ്ങനെ സങ്കടപ്പെടണേ? ഞാനില്ലേ നിൻ്റെ കൂടെ? വർണ്ണ അവനെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ദത്തൻ അവളെ ഇരു കൈകൾ കൊണ്ടും ചുറ്റിപ്പിടിച്ചു. അമ്മയെ ഒരുപാട് മിസ് ചെയ്യുക. ഞാൻ എല്ലാ മാസവും ഒരു ദിവസം തറവാട്ടിലെ ക്ഷേത്രത്തിൽ അമ്മയെ കാണാൻ പോവാറുണ്ട്. അമ്മയോട് സംസാരിക്കും. ആ മടിയിൽ തലവെച്ച് കിടക്കും. പക്ഷേ നീ ഇവിടേക്ക് വന്നപ്പോൾ നിന്നെ ഇവിടെ തനിച്ചാക്കി പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അമ്മയെ കാണാൻ പോവാറില്ല. ഞാൻ ഹോസ്പിറ്റലായ കാര്യം അറിഞ്ഞു. പാവം രാവിലെ വിളിച്ച് ഒരുപാട് കരഞ്ഞു. അത് പറയുമ്പോൾ ദത്തൻ്റെ സ്വരം ഇടറിയിരുന്നു. നാളെ എന്നാ പോയി അമ്മയെ കണ്ടിട്ട് പോവാ ദത്ത? പോവണം ഒരു ദിവസം. അവൻ കണ്ണടച്ച് കിടന്നു. വർണ്ണ പതിയെ അവൻ്റെ നെറുകയിൽ തലോടിക്കൊണ്ടിരുന്നു. ദത്ത? കുറച്ച് കഴിഞ്ഞു വർണ്ണ വിളിച്ചു. എന്തേ? നീ ഉച്ചയ്ക്ക് പറഞ്ഞ ഡോക്ടറിൻ്റെ പേരെന്തായിരുന്നു? ഫോട്ടോ വല്ലതും ഉണ്ടോ ഒന്ന് കാണാൻ? അവൻ്റെ മനസ്സിലെ സങ്കടം മാറ്റാൻ വർണ്ണ കുറുമ്പോടെ ചോദിച്ചു. എടിക്കള്ളി, അപ്പം നീ ആ ഡോക്ടറെ കിട്ടിയപ്പോൾ പോലീസിനെ തേച്ചല്ലേ? അത് പിന്നെ ഒന്നാലോചിച്ചപ്പോൾ നല്ല ചുള്ളനാണെങ്കിൽ ഡോക്ടറായാലും പോലീസായാലും കുഴപ്പമില്ല എന്ന് തോന്നി. കുരുട്ടെ, നീ ആള് കൊള്ളാലോ. ദേ എന്നെ കുരുട്ടേന്നെങ്ങാനും വിളിച്ചാണ്ടല്ലോ. വർണ്ണദത്തൻ്റെ നെഞ്ചിനിട്ട് ഒരു കുത്തു വെച്ച് കൊടുത്തു. വേദനിപ്പിക്കുന്നോടി മോക്രി. ദത്തൻ അവളെ കഴുത്തിൽ മുഖം ചേർത്ത് താടി കൊണ്ട് ഇക്കിളിയാക്കി. ഇക്കിളി കൊണ്ട് പറഞ്ഞ കുലുങ്ങി ചിരിക്കാൻ തുടങ്ങി. ഒപ്പം ദത്തനും. അയ്യോ അയ്യോ മതി ദത്ത, എനിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി ചിരിച്ച്. അത് കേട്ടതും ദത്തൻ മുഖം മാറ്റി ബെഡിലേക്ക് മലർന്നു കിടന്നു. വർണ്ണ ദത്തൻ്റെ നെഞ്ചിലേക്ക് തല വെച്ച് കിടന്നതും ദത്തൻ അവളെ ചുറ്റി പിടിച്ച് തന്നിലേക്ക് ചേർത്തു. നീ എന്ത് ചെറുതാടി, ഇങ്ങനെ ചുറ്റിപ്പിടിക്കാൻ പോലും ഇല്ല. നിന്നെയും കൊണ്ട് പുറത്തു പോയ ബാലവിവാഹത്തിന് എന്നെ പോലീസ് പിടിക്കാമെന്ന് വരെ എനിക്ക് സംശയമുണ്ട്. എന്നാ നിങ്ങൾ വേറെ കെട്ടിക്കോ. നിങ്ങൾക്ക് 32 വയസ്സായില്ലേ? അപ്പോൾ ഒരു 30 വയസ്സുള്ള പെണ്ണിനെ കെട്ടിക്കോ. അപ്പം നിനക്ക് പുറത്ത് പോകുമ്പോൾ പോലീസ് പിടിക്കുന്ന പേടി വേണ്ട. അതൊരു നല്ല ഐഡിയ ആണ്. എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ. അത് പറഞ്ഞ് ദത്തൻ കണ്ണുകൾ അടച്ച് അവളെ ചേർത്ത് പിടിച്ച് കിടന്നു. ശരിക്കും ഞാൻ അത്രയും ചെറുതാണോ ദത്ത? അതുകൊണ്ടാണോ നിനക്ക് എന്നെ ഇഷ്ടമല്ലാത്ത? വർണ്ണ നിഷ്കളങ്കമായി ചോദിച്ചു. ദത്തനൊന്ന് പുഞ്ചിരിക്കാൻ മാത്രം ചെയ്തോ. നീ എൻ്റെ കുഞ്ഞല്ലേടി, ഈ ദത്തൻ്റെ കുഞ്ഞിപ്പെണ്ണ്, ദേവൻ്റെ മാത്രം ദേവൂട്ടി. ദത്തൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്കറിയാം ദത്ത, ഈ ഹൃദയതാളം പോലെ എനിക്ക് വേണ്ടി മാത്രമാണെന്ന്. നീ അത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ദത്തൻ്റെ നെഞ്ചിൽ തല വെച്ച് കിടന്ന് വർണ്ണ മനസ്സിൽ ഉരുവിട്ടു. രാവിലെ ദത്തൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരു കുഞ്ഞിനെ പോലെ തൻ്റെ നെഞ്ചോരം ചേർന്ന് കിടക്കുന്ന വർണ്ണയെ കണ്ട് അവനിൽ വാത്സല്യം നിറഞ്ഞു. അവൻ പതിയെ തൻ്റെ മേലിൽ നിന്ന് അവളെ ബെഡിലേക്ക് കിടത്തി പുതപ്പ് കൊണ്ട് പുതച്ചു കൊടുത്തു. ശേഷം തോർത്തും എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി. ദത്തൻ കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് വർണ്ണ നല്ല ഉറക്കത്തിലാണ്. ദത്തൻ അവളുടെ പുതപ്പ് മാറ്റിയ ശേഷം അവളുടെ അരികിൽ വന്നിരുന്ന തലയൊന്ന് കുടഞ്ഞു. അവൻ്റെ മുടിയിലുള്ള വെള്ളം വർണ്ണയുടെ മുഖത്ത് വീണതും അവൾ കണ്ണും ചിമ്മി തുറന്നു. മുന്നിൽ ചിരിയോടെ ഇരിക്കുന്ന ദത്തനെ കണ്ടതും വർണ്ണയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി തെളിഞ്ഞു. എനിക്ക് സമയം ഒരുപാടായി, കോളേജിൽ പോകണ്ടേ? കോളേജിലോ? ഇന്നിപ്പോൾ ബുധനാഴ്ചയായില്ലേ? ഇനി നാളെ മറ്റന്നാൾ കഴിഞ്ഞ് തിങ്കളാഴ്ച മുതൽ പോവാൻ ദത്ത. എടി മടിച്ച് എണീക്കടി. എന്താ അവളുടെ ഒരു മടി നോക്കിയേ. കോളേജിലും പോവില്ല, പഠിക്കാനും വയ്യ. എനിക്ക് മടിയൊന്നുമില്ല കേട്ടാ. പിന്നെ ഞാൻ അത്യാവശ്യം കുറച്ച് പഠിക്കുകയൊക്കെ ചെയ്യും. അവൾ മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു.
അത്യാവശ്യം പഠിക്കുന്ന ആളുടെ ക്ലാസ് ടെസ്റ്റിൻ്റെ ആൻസർ ഷീറ്റ് 2 ആഴ്ച മുമ്പ് എനിക്ക് പുഴക്കരികിൽ നിന്നും കിട്ടിയായിരുന്നു. അത് കേട്ടതും പറഞ്ഞൊന്ന് ഞെട്ടി. ആരും കാണാതെ പുഴക്കരയിൽ കൊണ്ടുപോയി കളഞ്ഞ പേപ്പറായിരുന്നു അത്. ഞാനൊന്നുമല്ല. വർണ്ണ എന്ന പേരിൽ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. അതും കോട്ടയിലാണല്ലോ മാർക്ക്. 50-ൽ 3.5. നീയൊക്കെ എന്തിനാടി പഠിക്കാൻ പോണേ? വെറുതെ മറ്റുള്ളവരെ കൂടെ പറയിപ്പിക്കാൻ. പറ്റില്ലെങ്കിൽ പഠിപ്പ് നിർത്തിക്കോ. ആണോ? എന്നാൽ ഞാൻ ഇന്നു മുതൽ പോകണില്ല. എനിക്ക് കോളേജിൽ പോകാനൊന്നും തീരെ താല്പര്യമില്ല. പിന്നെ പോയാൽ കുറച്ച് സീനിയേഴ്സിനെ വായ നോക്കാമെന്ന് കരുതിയെന്ന് മാത്രമാണ് പോണത്. ഇവളെ ഇന്ന് ഞാൻ എണീക്കടി, പോയി കോളേജിൽ പോകാൻ നോക്കടി. നീയല്ലേ പഠിപ്പ് നിർത്തിക്കോളാൻ പറഞ്ഞത്. ഇനി ഞാൻ പോവില്ല. ഡീ നിന്നെ ദത്തൻ വെറുതെ തള്ളാനായി കൈ ഉയർത്തുന്ന പോലെ കാണിച്ചതും വർണ്ണ വേഗം എണീറ്റ് പുറത്തേക്ക് ഓടി. വർണ്ണ കുളിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ദത്തൻ എങ്ങോട്ടോ പോകാൻ റെഡിയാവുകയാണ്. തലയിലെ കെട്ടെല്ലാം അഴിച്ചിട്ടുണ്ട്. ചെറിയ ഒരു മുറി ഉണ്ടെങ്കിലും മുടി കാരണം അത് പുറത്ത് കാണുന്നില്ല. നീ പുറത്ത് പോവാണ് ദത്ത? ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്നും വന്നിട്ടല്ലേ ഉള്ളോ? വല്ല വെച്ച് ആരുണ്ട് നിനക്കത്? നീ ഇന്ന് എവിടേക്കും പോവണ്ട. ഞാനും കോളേജിൽ പോകുന്നില്ല. ഡി, നിന്റെ കോളേജിൽ പോവായിരിക്കാൻ ഓട്ടവ് നീ മാറ്റി വെച്ചേക്കിട്ടാ. ഞാൻ വേറെ എവിടേക്കല്ല, ഹോസ്പിറ്റലിലേക്കാണ് പോണേ. ജിത്തുവിനെ ഒന്ന് കാണണം. അടുത്ത ആഴ്ച അവനെ ഡിസ്ചാർജ് ചെയ്യൂ. അതുകൊണ്ട് ഞാൻ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. ആണോ? എങ്കിൽ ഞാനും ഉണ്ട്. എനിക്കും ജിത്തു ചേട്ടനെയും കോകിൽ ചേച്ചിയും കാണണം. നീ ഇപ്പം അങ്ങനെ അവരെ കാണാൻ വരണ്ട. മര്യാദയ്ക്ക് കോളേജിൽ പോകാൻ നോക്ക്. പട്ടി, അവൾ പതിയെ പറഞ്ഞു. പട്ടി നിന്റെ തന്ത. ദേ എൻ്റെ അച്ഛനെ പറഞ്ഞാണ്ടല്ലോ. അവൾ കൈ ചൂണ്ടി പറഞ്ഞ എന്താത്തന്നെ അവളെ ഒന്ന് തർപ്പിച്ച് നോക്കി. അതോടെ പറഞ്ഞ വേഗം നല്ല കുട്ടിയായി കോളേജിൽ പോകാൻ റെഡിയായി തുടങ്ങി. ഞാൻ ഇറങ്ങാം. എന്താത്തൻ ഷർട്ടിൻ്റെ സ്ലീവ് മടക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. വർണ്ണ പുഞ്ചിരിയുടെ തലയാട്ടി. ദത്തൻ അവളോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് നടന്നു. വർണ്ണ വേഗം ബാഗിൽ ബുക്കെല്ലാം എടുത്തു വയ്ക്കാൻ തുടങ്ങി. വർണ്ണ റൂമിലെ വാതിലിനരികിൽ നിന്ന് ദത്തൻ അവളെ വിളിച്ചു പറഞ്ഞ സംശയത്തോടെ അവനെ നോക്കി. ഹദ്മി, ദത്തൻ അവൾക്ക് നേരെ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു. വർണ്ണയ്ക്ക് ഒരു നിമിഷം അത് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. അവൾ ഓടിച്ചെന്ന് ദത്തനെ ഇറുക്കിയെ കെട്ടിപ്പിടിച്ചു. ദത്തനും തിരികെ അവളെ ചേർത്ത് പിടിച്ചിരുന്നു. നിന്നോട് ഞാൻ ഹഗ് ചെയ്യാനാണ് പറഞ്ഞത്, അല്ലാതെ എന്നെ ഇടിച്ചു വീഴ്ത്താനല്ല. ഓ, നന്നായി പോയി, അവൾ പുച്ഛത്തോടെ പറഞ്ഞു. നീ വരുന്നുണ്ടോ കൂടെ? ഞാൻ ബസ് സ്റ്റോപ്പിലാക്കി തരാം. ആ, അവൾ സന്തോഷത്തോടെ പറഞ്ഞു. എന്നെ വേഗം റെഡി ആയിട്ട് വാ, എനിക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തേണ്ടതാണ്. നീ ഒന്നും കഴിക്കുന്നില്ലേ ദത്ത? വേണ്ട, നീ വേഗം കഴിച്ചിട്ട് വാ. അത് പറഞ്ഞ് ദത്തൻ പുറത്തേക്ക് നടന്നു. വർണ്ണ വേഗം അടുക്കളയിലേക്ക് പോയി. ഒരു പ്ലേറ്റ് ചോറെടുത്തു. ഇന്നലെ അനുവും വേണിയും കൊണ്ടുവന്ന കറികൾ കൂട്ടി വേഗം ഭക്ഷണം കഴിച്ചു. അവൾ ബാഗെടുത്ത് വീണ്ടും പൂട്ടി ഇറങ്ങുമ്പോൾ ദത്തൻ ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ്. രാവിലെ മുതൽ അവൻ്റെ ഫോണിലേക്ക് കുറേ കോളുകൾ വരുന്നത് വർണ്ണയെ ശ്രദ്ധിച്ചിരുന്നു. വർണ്ണ വന്നത് അവൻ വേഗം കോള് കട്ട് ചെയ്ത് ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടു. ബുള്ളറ്റ് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തും പിന്നിലായി വർണ്ണയും കയറി. അവൾ ഇരു കൈകൾ കൊണ്ട് അവൻ്റെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചും ദത്തൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി തെളിഞ്ഞു. വണ്ടി വീടും കടന്ന് റോഡിലേക്ക് ഇറങ്ങിയതും വീണ്ടും ദത്തൻ്റെ ഫോൺ റിങ് ചെയ്തു. അവൻ വണ്ടി ഓടിക്കുന്നതിനിടയിൽ തന്നെ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. വണ്ടി ഓടിക്കുമ്പോൾ ഫോണിൽ സംസാരിക്കല്ലേ ദത്ത? വർണ്ണ പറഞ്ഞതും അവൻ വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തി. ദേഷ്യത്തിലായിരുന്നു അവൻ ഫോണിൽ സംസാരിച്ചിരുന്നത്. അത് കണ്ട് വർണ്ണയ്ക്ക് ഒരു പേടി തോന്നിയിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ദത്ത? അവൾ പേടിയോടെ ചോദിച്ചു. എന്ത് പ്രശ്നം? അവൻ വണ്ടി മുന്നോട്ടെടുത്തുകൊണ്ട് ചോദിച്ചു. പിന്നെ എന്തിനാ നീ ഫോണിൽ ദേഷ്യപ്പെട്ട് സംസാരിച്ചേ? അതൊന്നുമില്ല എൻ്റെ കുഞ്ഞ്, ഒരു റോങ് നമ്പറാണ്. ഇനി അതേക്കുറിച്ച് ആലോചിച്ചിട്ട് ഈ കുഞ്ഞെ തല ചൂടാക്കണ്ട കേട്ടാ. അവൻ മുഖത്തെ ദേഷ്യഭാവം മറച്ചു വെച്ച് പുഞ്ചിരിയോടെ പറഞ്ഞു. വർണ്ണയും ദത്തനും ബസ് സ്റ്റോപ്പിലെത്തുമ്പോൾ അവിടെ അനുവും വേണിയും ബസ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ദത്തനെ കണ്ടത് അവർ രണ്ടുപേരും റോഡിലേക്ക് ഓടി. ദത്തേട്ടാ, ഞങ്ങളും, അത് പറഞ്ഞ് അനുവും വേണിയും കൂടെ വണ്ടിയിൽ കയറി. ദത്തേട്ടാ പോവാം, റൈറ്റ്. അനു ദത്തൻ്റെ തോളിൽ തട്ടി പറഞ്ഞതും ദത്തൻ വണ്ടി മുന്നോട്ടെടുത്തു. ദത്ത, നീ എന്നെ ബസ് സ്റ്റോപ്പിലാക്കാം, എന്നിട്ട് നിനക്ക് വേഗം ഹോസ്പിറ്റലിൽ പോകണമെന്നല്ലേ പറഞ്ഞേ? വർണ്ണ പതിയെ ദത്തൻ്റെ ചെവിയിലായി ചോദിച്ചു. അത് സാരമില്ല, എന്തായാലും ഇനി നിങ്ങളെ കോളേജിലാക്കി തരാം.
നിങ്ങളിന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയില്ലേ? പറഞ്ഞ തല ചരിച്ച് പിന്നിലിരിക്കുന്ന അനുവിനോട് പെണ്ണിയോടായി ചോദിച്ചു. ഇനി എന്തായാലും തിങ്കളാഴ്ച മുതലേ പോകുന്നുള്ളൂ എന്ന് വെച്ചു. ഞങ്ങൾ കരുതിയത് തരണം വയ്യാത്ത കാരണം നീ ക്ലാസ്സിൽ വരില്ല എന്ന്. നീ അങ്ങനെയാണല്ലോ എന്നല്ല പറഞ്ഞേ? അതെ, പക്ഷെ ഇവിടെ ചിലർക്കൊന്നും എൻ്റെ സ്നേഹം മനസ്സിലാകില്ലല്ലോ. അതിന് മടിയെന്നൊരു പേരും. പറഞ്ഞ ദത്തനെ നോക്കി പറഞ്ഞതും ദത്തൻ സൈഡ് മിററിലൂടെ അവളെ ഒന്ന് നോക്കി പേടിപ്പിച്ചു. ദത്തേട്ടാ നിർത്ത്. കോളേജിന് മുന്നിലെത്തിയതും വേണി തിരക്കിട്ടുകൊണ്ട് പറഞ്ഞു. അവൻ വണ്ടി നിർത്തിയതും അനുവും വേണി ഇറങ്ങി. മോളെ നീയങ്ങ് ഇങ്ങോട്ട് ഇറങ്ങിയേ? അനു പറഞ്ഞേ നോക്കി പറഞ്ഞതും അവൾ ചെറിയ സംശയത്തോടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അവൾ ഇറങ്ങിയത് അനുവും വേണിയും വീണ്ടും ദത്തൻ്റെ വണ്ടിയിൽ കയറി. ഇവൾക്ക് ഈ ഇടയായിട്ട് കുറച്ച് അഹങ്കാരം കൂടുന്നുണ്ട് ദത്തേട്ടാ. ഇവളുടെ വിചാരം ദത്തേട്ടന് ഇവളുടെ മാത്രമാണെന്നാ. അത് ഞങ്ങളൊന്നും സമ്മതിച്ചു തരില്ല, അനു പറഞ്ഞു. നീ ഇവിടെ നിൽക്കുവായിരുന്നു മോളെ, ഞങ്ങൾ 2 റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരാം. ദത്തേട്ടാ വണ്ടി എടുത്തോ? വേണി അത് പറഞ്ഞതും ദത്തൻ പറഞ്ഞേ നോക്കിയൊന്ന് ആക്കി ചിരിച്ചുകൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു. 2-3 തവണ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പോയി. ശേഷം വർണ്ണയുടെ മുന്നിലായി ബുള്ളറ്റ് നിർത്തി. മുഖം വീർപ്പിച്ച് ദേഷ്യപ്പെട്ട് വർണ്ണ നിൽക്കുമെന്ന് വിചാരിച്ച ദത്തനും അനു വേണിയും പ്ലിങ്ങായി. വർണ്ണയുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നും ഉണ്ടായില്ല. എന്നാൽ ക്ലാസ്സിലേക്ക് പോവല്ലേ, ടൈമായി, വർണ്ണ അനുവിനോടും വേണിയോടും പറഞ്ഞത്. അവർ പോകാമെന്ന് തലയാട്ടി. ദത്ത നോക്കി പോണേ, പതുക്കെ പോയാൽ മതി. വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഫോണിൽ സംസാരിക്കരുത് കേട്ടാ. വർണ്ണ കരുതലോടെ അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞതും ദത്തൻ സമ്മതപൂർവ്വം തലയാട്ടി. അവൻ്റെ ബുള്ളറ്റ് കൺമുന്നിൽ നിന്ന് മറിഞ്ഞു പോകുന്നവരെ അവർ 3 പേരും കോളേജ് ഗേറ്റിന് മുന്നിൽ തന്നെ നിന്നു. അന്നത്തെ ദിവസം വർണ്ണയ്ക്ക് നല്ല സന്തോഷമുള്ളതായിരുന്നു. അവർ 3 പേരും ഓരോ ചാളികളും തമാശയൊക്കെ പറഞ്ഞ് പരസ്പരം തല്ലുകൂടി വൈകുന്നേരം വരെ സമയം കളഞ്ഞു. ബസ് ഇറങ്ങി കലുങ്കിനടുത്തെത്തിയപ്പോൾ വർണ്ണ അവിടെയെല്ലാം തന്നെ ദത്തനെ തിരഞ്ഞുവെങ്കിലും അവിടെയൊന്നും കാണാനുണ്ടായില്ല. വർണ്ണ പാട്ടും പാടി വീട്ടിലെത്തുമ്പോൾ ഉമ്മറത്തെ ഡോർ തുറന്ന് കിടക്കുകയാണ്. ദത്തൻ്റെ ബുള്ളറ്റ് മുറ്റത്ത് നിൽക്കുന്നുണ്ട്. അവൾ സന്തോഷത്തോടെ അകത്തേക്ക് ഓടിക്കയറി. ഹാളിൽ നിന്ന് അവൾ തോളിലെ ബാഗ് ബെഡിലേക്ക് എറിഞ്ഞു. ഹാവൂ ഭാഗ്യം, കറക്റ്റായിട്ട് ബെഡിൽ തന്നെ ചെന്ന് വീണു. അല്ലെങ്കിൽ ഞാൻ 2ാമത് ചെന്ന് അതെടുത്ത് വെക്കേണ്ടി വരുമായിരുന്നു, അവൾ സ്വയം പറഞ്ഞ് നേരെ മുറ്റത്തേക്ക് ഇറങ്ങി. എന്നാൽ ദത്തൻ അവിടെ എവിടെയും കാണാനുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് പാത്രങ്ങളുടെ ശബ്ദം കേട്ടതും അവൾ സംശയത്തോടെ അടുക്കള ഭാഗത്തേക്ക് നടന്നു. പാത്രത്തിൽ നിന്നും ചായ ഗ്ലാസ്സിലേക്ക് പകർത്തുന്ന ദത്തനെ കണ്ടത് അവൾ ഓടിച്ചെന്ന് അവനെ പിന്നെ നിന്ന് കെട്ടിപ്പിടിച്ചു. ഡീ പതിയെ, ചായ പോവും, ദത്തൻ ശാസനയോട് പറഞ്ഞു. ഇതെന്താ പതിവില്ലാതെ അടുക്കളയിൽ? പറഞ്ഞ അതിശയത്തോടെ ചോദിച്ചു. എൻ്റെ കുട്ടി കോളേജിൽ പോയി പഠിച്ച് ക്ഷീണിച്ച് വരുന്നല്ലേ, അപ്പോൾ ഒരു ചായ ഉണ്ടാക്കി തരാമെന്ന് കരുതി. ദത്തൻ പിന്നിൽ നിൽക്കുന്ന വർണ്ണയെ പിടിച്ച് ഫ്രണ്ടിലേക്ക് നിർത്തി. അവളുടെ നെറ്റിയിലൂടെ ഒഴുകിയിറങ്ങുന്ന വേർപ്പ് കൈ കൊണ്ട് തുടച്ചു കൊടുത്തു. ഇതെന്താ പാൽ ചായ? അവൾ കപ്പിലെ ചായ കൊണ്ട് ചോദിച്ചു. നിൻ്റെ അമ്മായി വന്നിരുന്നു, അതുകൊണ്ട് ചായ വയ്ക്കാൻ പാൽ വാങ്ങിച്ചതാ, ദത്തൻ അവളെ സ്ലാബിലേക്ക് കയറ്റിയിരുത്തിക്കൊണ്ട് പറഞ്ഞു. അമ്മായി വന്നിരുന്നോ? എന്തിനാ വന്നേ? വെറുതെ വന്നതാന്നാ പറഞ്ഞേ, ഇതുവഴി വരേണ്ട എന്താ ആവശ്യം ഉണ്ടായിരുന്നു എന്ന്. ദത്തൻ ഗ്ലാസ്സിലെടുത്ത് വെച്ചിരിക്കുന്ന പാൽ അവൾക്ക് എടുത്തു കൊടുത്തു. പാലോ? അവൻ അതിശയത്തോട് ചോദിച്ചു. നിൻ്റെ അമ്മായി പറഞ്ഞു നീ ക്ലാസ് കഴിഞ്ഞ് വന്ന പാലാണ് കുടിക്കാറുള്ളതെന്ന്, അതുകൊണ്ടാണ് പാല് വന്നേ. അത് ശരിയാ, രാവിലെ ചായ വൈകുന്നേരം പാല്, അതെനിക്ക് നിർബന്ധമായിരുന്നു. ഇവിടെ വന്നപ്പോൾ എല്ലാം മാറി. വർണ്ണ അവൻ്റെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങിക്കാൻ നിന്നതും ചൂട് കൊണ്ട് കൈ പൊള്ളി. അയ്യോ എൻ്റെ കൈ! വർണ്ണ അലറി വിളിച്ചു. നിനക്കെന്തടി ബോധമില്ലേ, തിളച്ച പാലാണ്, കൈ പൊള്ളുന്ന് അറിഞ്ഞൂടെ? ദത്തൻ ദേഷ്യത്തോടെ പറഞ്ഞ അവളുടെ കയ്യിൽ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തു. വേദനിക്കുന്നുണ്ടോ? ഇല്ല, ചെറുതായി തട്ടിയതുള്ളൂ, കുഴപ്പമില്ല. അത് കേട്ട് ദത്തൻ ഒന്നമർത്തി മൂളി. അവൻ പാലെടുത്തൊന്ന് ഊതി അതിലെ ചൂട് കളഞ്ഞു. ശേഷം അവൾക്ക് നേരെ നീട്ടി. വർണ്ണ അത് വാങ്ങിക്കാതെ ഗ്ലാസ് ചുണ്ടോട് ചേർത്തു. അവളൊന്ന് സിപ്പ് ചെയ്തതും ദത്തൻ വീണ്ടും ഗ്ലാസ് ഒന്ന് ഊതി അവൾക്ക് നേരെ നീട്ടി. അവൾ വീണ്ടും അത് കുടിച്ചു. ഒരു കൈ കൊണ്ട് ദത്തൻ അവൾക്ക് ഗ്ലാസ് നീട്ടുന്നതിന് ഒപ്പം തന്നെ മറുകൈയിൽ ദത്തൻ ഒരു ചായ കുടിക്കുന്നുമുണ്ട്. ദത്ത എനിക്കും, വർണ്ണ ദത്തൻ്റെ ഗ്ലാസ്സിലേക്ക് ചൂണ്ടി പറഞ്ഞു. ദത്തൻ ഒരു പുഞ്ചിരിയോടെ അവൾക്ക് നേരെ കപ്പ് നീട്ടി. കുഴപ്പമില്ല, പക്ഷെ ഞാനുണ്ടാക്കുന്ന ചായയുടെ അത്ര പോരാ, വർണ്ണ ചായ കുടിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു.
ഇതൊക്കെ നിനക്ക് എങ്ങനെയാ അറിയുന്നേ? നിനക്ക് കുക്കിംഗ് ഒക്കെ അറിയോ ദത്ത? കുറച്ചൊക്കെ അറിയാം. ഞങ്ങൾ ട്രെയിനിങ്ങിൽ ക്യാമ്പിൽ സൺഡേ ചെറിയ രീതിയിൽ കുക്കിംഗ് ചെയ്യും. ട്രെയിനിങ്ങോ? പറഞ്ഞ ചോദിച്ചു ദത്തൻ അബദ്ധം പറ്റിയ പോലെ നാവ് ഓടിച്ചു. ട്രെയിനിങ് അല്ല, ഹോസ്റ്റലിൽ പഠിക്കുമ്പോഴേ കുക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മാറിപ്പോയതാ. എന്തായാലും ചായ സൂപ്പർ. പറഞ്ഞ ദത്തൻ അവളെ സ്ലാബിൽ നിന്ന് താഴെ ഇറക്കി നിർത്തി. എന്താ ദത്ത? എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ദത്തൻ അവളുടെ തോളിലൂടെ കൈയിട്ട് റൂമിലേക്ക് നടന്നു. റൂമിൽ ടേബിളിന് മുകളിലായി ഒരു ബാഗ് ഇരിക്കുന്നുണ്ട്. അതിൽ നിന്ന് ദത്തൻ എവിടേക്ക് പോവാൻ നിൽക്കാമെന്ന് പറഞ്ഞേക്ക് മനസ്സിലായി. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് അത്യാവശ്യമായിട്ടൊന്ന് നാട്ടിൽ പോകണം എനിക്ക്. അവിടെ ചെറിയ ചില പ്രശ്നങ്ങളുണ്ട്. ഒരാഴ്ച, അതിനുള്ളിൽ ഞാൻ തിരിച്ചു വരും. വർണ്ണയെ ബെഡിലേക്ക് ഇരുത്തി ദത്തൻ പറഞ്ഞതും അവളൊന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. നീ വാ തുറന്ന് എന്തെങ്കിലും പറയൂ കുഞ്ഞേ, ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ, ദത്തൻ ദയനീയമായി പറഞ്ഞു. ഞാനും വരട്ടെ നിൻ്റെ കൂടെ? എനിക്ക് നിന്നെ കൂടെ കൂട്ടണമെന്നുണ്ട്. പക്ഷെ അവിടെ ഇപ്പം അതിനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാ. ചില പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഞാൻ അവിടേക്ക് പോകുന്നത്. ജിത്തും കോകിലയും ഹോസ്പിറ്റലിലാണ്. അതുകൊണ്ട് നിന്നെ ഞാൻ ചന്തുവിൻ്റെ വീട്ടിലാക്കാം. ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട. അവിടെ ആകുമ്പോൾ ചന്തു അവൻ്റെ അമ്മയുണ്ടല്ലോ. അവളൊന്ന് മൂളി. വേഗം യൂണിഫോമൊക്കെ മാറ്റിയിട്ട് വാ, എനിക്ക് കുറച്ച് കഴിഞ്ഞ് ഇറങ്ങണം. ഉച്ചയ്ക്ക് പോകേണ്ടതായിരുന്നു, പിന്നെ നിനക്ക് വേണ്ടി കാത്തിരുന്നതാ. ഒരാഴ്ചക്കുള്ള ഡ്രസ്സും ബാഗൊക്കെ എടുത്തോ? അവൾ വീണ്ടും മൂളി. ഈ ഒരാഴ്ച കൂടിയല്ലേ നിനക്ക് ക്ലാസ് ഉള്ളൂ, അത് കഴിഞ്ഞ് സ്റ്റഡി ലീവ് അല്ലേ. അതുകൊണ്ട് ഞാനിവിടെ ഇല്ലെങ്കിലും കറക്റ്റായിട്ട് ക്ലാസ്സിൽ പോകണം. എന്നാൽ വേഗം റെഡി ആയിക്കോ. ദത്തൻ പുറത്തേക്ക് പോയി. ഒരു കാര്യമില്ലാതെ ദത്തൻ നാട്ടിലേക്ക് പോവില്ല എന്ന് പറഞ്ഞൊക്കെ അറിയായിരുന്നു. അതുകൊണ്ട് അവളും അവനെ എതിർക്കാൻ നിന്നില്ല. വേഗം ഡ്രസ്സും ബുക്കെല്ലാം എടുത്തു വെച്ച് പോവാൻ റെഡിയായി. കുറച്ച് കഴിഞ്ഞ് ദത്തൻ റൂമിലേക്ക് നിന്നു. പോവല്ലേ? ദത്തൻ ബാഗ് എടുത്തുകൊണ്ട് ചോദിച്ചു. ഐ മിസ് യു പറഞ്ഞു. ദത്തൻ അവളെ ഇറക്കി പുണർന്നുകൊണ്ട് പറഞ്ഞു, ഐ മിസ് യു ടു. അവൾ ഒരു തേങ്ങലോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് വന്നു. ഡോണ്ട് സേ ടു, ഇറ്റ് സൗണ്ട് ലൈക്ക് യു ആർ ജസ്റ്റ് എഗ്രീയിങ് വിത്ത് മീ. അത് കേട്ടെന്ന് പറഞ്ഞ ഒരു പുഞ്ചിരിയോടെ ഒന്ന് ഉയർന്ന് അവൻ്റെ കഴുത്തിലായി ഉമ്മച്ചു. നെറ്റിയിലേക്ക് എത്തില്ല, അതാ കഴുത്തിൽ തന്നെ. അവളൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ വീട് വിട്ട് പൂട്ടി ഇറങ്ങി. ചന്തുവിൻ്റെ വീട്ടുമുറ്റത്ത് തന്നെ ചന്തു അമ്മയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ശരി, ദത്തൻ പറഞ്ഞോട് യാത്ര പറഞ്ഞു. അവൾ നിറമൊഴിയാലെ തലയാട്ടി. ഞാൻ ഇനി ഒരാഴ്ച കഴിഞ്ഞ് വരൂ. ചേച്ചിയെ നോക്കിക്കോണോട്ടാടാ ചന്തു. അത് ഞാൻ ഏറ്റു ദത്തേട്ടാ, ധൈര്യമായിട്ട് പോയിട്ട് പോവാം. ദത്തൻ പറഞ്ഞേ നോക്കി കണ്ണുകൊണ്ട് യാത്ര പറഞ്ഞ് മുന്നോട്ട് വണ്ടിയുമായി പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാട്ട് കഴിഞ്ഞു. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. നാളെ അല്ല, കുറച്ച് ഇന്നത്തെ കാണാം കേട്ടോ. ബൈ.